ഇവൻ ഞാനൊരു രഹസ്യം പറയട്ടെ, ഈ ചിരിയുണ്ടല്ലോ എൻ്റെ ചിരിയാ. ഞാൻ ആരോടും പറയാത്ത പുറത്ത് കുറച്ച് പേർക്കൊക്കെ അറിയാം. ഇന്ധനം നാടകത്തില് 84 ഞാൻ ചിരിച്ചിരുന്ന ചിരിയാണ്. അതാണ് മറ്റേ ആർട്ടിസ്റ്റുകളൊക്കെ കൊണ്ടു നടന്ന് അവരുടേതാക്കിയത്. ഈ ചിരി എൻ്റെയാ, മനസ്സിലായോ? ഇത് ഞാൻ ആദ്യമായിട്ട് ഒരു നിങ്ങളുടെ മുമ്പിൽ തുറന്ന് പബ്ലിക്കായിട്ട് പറയുന്നത്. ഇപ്പം ഞാൻ ആ ചിരി ചിരിച്ചാൽ പറയും അത് ഇന്ന നടൻ്റെ മോഷ്ടിച്ചതെന്ന് പറയും. യഥാർത്ഥത്തിൽ അത് എൻ്റെ ചിരിയാണ്. ആ നാടകത്തിൽ ആ ചിരി കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ ജനം നാടകം കാണാൻ വന്നിട്ടുണ്ട്. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. 84 ഇത് ഈ കംപ്ലീറ്റ് നാടകങ്ങൾ റെക്കോർഡ് ചെയ്യുമായിരുന്നു. അന്ന് ഈ ടേപ്പ് റെക്കോർഡൊക്കെ ഇറങ്ങിയ സമയത്ത് ഇഷ്ടം പോലെ സ്റ്റേജിൽ ഞങ്ങൾ നാടകം കളിക്കുന്ന സമയത്ത് ഞാനുണ്ട്, ജോസ് പല്ലിശ്ശേരി, ഞങ്ങൾ ഒരുമിച്ച് നാടകം. കാരണം അവർക്കൊക്കെ അറിയാം. അവരൊക്കെ എന്നോട് പറഞ്ഞത് വേണ്ടേ ചേട്ടന് ചിരിയും കൊണ്ട് പോയിട്ടുണ്ട് മറ്റേ പാർട്ടി. തിലകനൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് എഴുത് ഏതെങ്കിലും മാസികയിൽ, എന്നാലേ ജനം അറിയുള്ളൂ. ഞാൻ പറഞ്ഞല്ലാതെ അങ്ങേരുടെ വാഗുണ്ടല്ലേ അങ്ങേര് ചിരിക്കുന്നത്, അത് ഞാൻ ചിരിച്ചതാ എന്നങ്ങേര് പറഞ്ഞാലാണ്. ഞാനാണിത് പ്രൊഡ്യൂസ് ചെയ്ത ആള് എന്നുള്ളത് ആർക്കും വന്നത്. യഥാർത്ഥത്തിൽ ഈ ചിരി വന്നത് ഞാൻ ഒരു സിറ്റുവേഷൻ, ഞാൻ ചിരിക്കേണ്ട സമയമുണ്ട്. ആ ചിരിക്കേണ്ടത് എനിക്ക് ചിരി വന്നില്ല, ഞാൻ ഉണ്ടാക്കി ചിരിച്ചത്. ഫസ്റ്റ് നാടകത്തിന് സ്റ്റേജിൽ അത് ജനങ്ങളുടെ മുമ്പിൽ ആ നാടകം ഫസ്റ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് എനിക്ക് ചിരി വന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചിരിച്ചതാ. ആ ചിരിയാണ് പോളിഷ് ചെയ്ത് ആക്കിയത്. അത് ജനം കേട്ടപ്പോൾ ജനം പൊട്ടിച്ചിരിച്ചു ആ ചിരി ആ സമയത്തിന്. അപ്പോൾ ഭ്രാന്തുള്ളവരെ പൂട്ടിയിടുന്നത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം അപകടത്തിലാകാതിരിക്കാനാണ്. ഇവിടെ ചിലർക്കൊക്കെ ഭ്രാന്തിൻ്റെ ചേഷ്ടകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്ന് ഇങ്ങനെ ഭാര്യയെ നോക്കും. അപ്പോൾ ജോസ് പല്ലിശ്ശേരിയാണ് എൻ്റെ കാര്യസ്ഥനായിട്ട് നിൽക്കുന്നത്. എനിക്ക് ഭ്രാന്തില്ല മുതലാളി എന്ന് പറയും ഇങ്ങനെ. ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ചിരിയിരിക്കും. അത് ആർക്കൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാവോളൂ, വരട്ടെ, വരുമ്പോൾ വേണ്ടതുപോലെ ചെയ്യാം. ഇതാണ് ഈ സിറ്റുവേഷൻ. ഈ സിറ്റുവേഷൻ ഇതേപോലെ പറ്റുന്ന പല സന്ദർഭങ്ങളുണ്ട്. അവിടെയൊക്കെ ഞാൻ ഈ ചിരി ഇട്ടു, മനസ്സിലായി? അങ്ങനെയാണ് ഈ ചിരി എസ്റ്റാബ്ലിഷ് ആയത്. അന്ന് ഈ പറയുന്ന കലാകാരൻ സിനിമാ ഫീൽഡിലേക്ക് വന്നിട്ടില്ല. പലപ്പോഴും ഈ നാടകം കാണാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ്റെ ചിരി സമ്മതിച്ചു തന്നെ ഭയങ്കര സാധനം. ആ സാധനം കൊണ്ടേ പുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്ത് പുള്ളി പേരെടുത്തോട്ടെ. എനിക്കതിനകത്തൊരു വിരോധവും ഇല്ല.